സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് എന്തോ വൃത്തികേട് കാണിച്ചു ഫിറോസ് ഖാൻ എന്നാണ് നമ്മുടെ സജിന ഫിറോസ് പറയുന്നത്. എന്താണ് സംഭവം സത്യം നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ അവരൊരു ശബ്ദം പുറത്തു വിട്ടു. ആ ശബ്ദ സന്ദേശത്തിൽ ഫിറോസ് ഖാൻ പറയുന്ന വാക്കുണ്ട്, എന്നെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ആ പെൺകുട്ടിയെ ഞാൻ യൂസ് ചെയ്തു എന്ന് പറയുന്ന വാക്കുകൾ, ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഒരു വെറുതെ ഒരു ദേഷ്യത്തിന് പുറത്ത് ചെയ്തതാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവരെ കോൾ ചെയ്യുന്നു. അപ്പൊ ഫിറോസ് ഖാൻ എത്ര നല്ല മനുഷ്യനാന്ന് മനസ്സിലായില്ലേ? കേൾക്കാത്ത ആളുകൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഉമ്മക്കത്താൻ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യേണ്ടി ഫിറോസ് ഖാൻ, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. സീരിയസ്ലി ഞാൻ പറയാം. ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ് ഖാൻ? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ് ഖാൻ. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയത് പോലെ തന്നെയാണ് ഫിറോസ് ഖാൻ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ് ഖാൻ എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ് ഖാൻ എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ? ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് ഖാൻ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ, അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. റോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവാൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാ നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മരിച്ചെന്നുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി. ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും തോന്നുന്ന പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും, ഓ ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ എന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഖാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്ക് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്തിങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞു വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയോ? ഇത് ഇതേക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല. അത് നിനക്ക് മാത്രമേ വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നുള്ളൂ. ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ. അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയുണ്ട്? ഫിറോസ് ആ ഒരു സംഭവം ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ? നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ വാക്ക് കേട്ടോ, ഇത്രയും നാളത്തെ വോയിസ് ഒക്കെ എങ്ങനെ പുറത്തു വന്നത്? ദിയാ സനക്കൊക്കെ അയച്ചു കൊടുത്ത ആ സാധനമല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അതുപോലെ ഞാൻ ഇതും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാണ്? ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? കഴിഞ്ഞില്ല, ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ സജന ചേച്ചി തരുന്നുണ്ട്.
പറയുന്നത് എന്ന് പറഞ്ഞാൽ, സജന നീ എങ്ങനെയെങ്കിലും ഇത് ഊമക്കത്ത് വന്നാൽ, നിനക്കൊരു ഊമക്കത്ത് വന്നതാണെന്ന് പറഞ്ഞിട്ട് നീ അതങ്ങ് ഇല്ലാതാക്കുക, നീ ഒരു വീഡിയോ ചെയ്യതിരായിട്ട് പ്ലീസ് സജന, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ വോയിസ് റെക്കോർഡ് അല്ല ഇത്, ഇതൊന്നും അല്ല, ഒരു വീഡിയോ പോലെ അല്ല ഇത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അറസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ മൊത്തം ചാനലും ആവും, ഭയങ്കര മോശമാണ്. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നുണ്ടല്ലോ, ചോദിക്കുന്നുണ്ട് ചെയ്യുമ്പോൾ അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് പുള്ളി ഭയങ്കര ഇമോഷണലായി. ലാസ്റ്റ് അവരുടെ വീട്ടുകാരെന്നെ വിളിച്ച് കരയുന്നു. അപ്പൊ ഞാൻ ആ മനസാക്ഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വീണു. എന്നിട്ട് ഞാനും ബാക്കിയുള്ളവരത്തൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട നമുക്ക് മൂവ് ചെയ്യണ്ട, എത്രയും പറഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ തന്തയല്ല. അതെ അതെ സാർ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എന്റെ ഫോൺ കിട്ടിയിട്ടില്ലായിരുന്നു. അവരിപ്പം ഇപ്പൊ റീസെന്റ് ഒരു 3-4 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കേസ് അങ്ങനെ തന്നെ നടക്കും, അത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം അതിന്റെ കോൾ വന്നിട്ടില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ പാർട്ടിയുടെ സമയത്തൊക്കെ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് സമയങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും മേ ബി എന്നെ വിളിക്കാഞ്ഞത്. അപ്പം ഞാൻ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ പറയാൻ നിന്നത് വേണ്ടത്, ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, നിങ്ങൾ റസൂൽക്കാരുടെ പേരിലുള്ള അലിഗേഷൻ ഫുള്ള് ഡിലീറ്റ് ചെയ്യും, ഞാനും ഈ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്, അത് സജന നീ ഒരു വീഡിയോ ചെയ്യുക, ഇത് ഊമക്കത്താണ്, അങ്ങനെയുള്ള കള്ള ഇതൊന്നും അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ആരും പ്രതികരിക്കാൻ പോകുന്നില്ല, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നമ്മൾ ആരും രണ്ടുപേരും മിണ്ടാതിരിക്കാം. എന്നിട്ട് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തു. മെന്റലി പുള്ളിക്കാരെ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞ് മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു നിന്ന് ഒരാൾ കരഞ്ഞു പിടിക്കുമ്പോൾ ഞാൻ അത്രയും മനസ്സലിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശരി ഫിറോസ് ഖാൻ, നിങ്ങളൊന്നും ചെയ്യേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്, ഞാനല്ലല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത്, തെളിവ് സഹിതം കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് പുള്ളിക്കാരിയുടെ സംസാരിക്കുന്നത്, അത് ഇങ്ങനെയാണ് സജന എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് ആ കേസ് ഞാൻ അവിടെ വിളിച്ചാലും ഞാൻ പറയുന്നത്, സാർ ഇപ്പം അങ്ങനൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല, എന്തെങ്കിലും ഒന്ന് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിന്നതാ. പോക്സോ കേസ് നിങ്ങൾ കൊടുത്തിട്ട് അവസാനം അത് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞാൽ വെറുതെ വിടും, ഒലക്ക വിടും, പോലീസ് അന്വേഷിക്കും, കേസ് എടുക്കും. ഇവിടെ ഫിറോസ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിനെ തിരുത്താൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് അതിലും വലിയ പണി തന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഫിറോസ് ഖാൻ ഇട്ട വീഡിയോയിൽ 3-ാമത്തെ വീഡിയോ ഇതവണ ഡിലീറ്റ് ചെയ്ത്, എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു 31 മിനിറ്റുള്ള ഒരു വീഡിയോ. ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു ഈ വീഡിയോ അല്ലേ അത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ അവർ ഇട്ട അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരിപ്പോ ഏതൊരു ഇന്റർവ്യൂ പോയാലും അത് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കും, കാരണം അതിൽ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഫിറോസ് ഖാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തിനാ മൂടി വെക്കുന്നത്? പുറത്തു വിടണം. നിങ്ങളും പുണ്യാളത്തിയല്ല, അതിപ്പോ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കി അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്യാപ്പ്. ഫിറോസ് ഖാൻ ഭയങ്കര ബ്രില്യന്റ് സൈക്കോ ആണെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അതാണ്. ഈ ഒരു ഗ്യാപ്പ് ഫിറോസ് ഖാൻ എടുപ്പിച്ചത് ഞങ്ങളെ കൊണ്ട്. ഈ ഗ്യാപ്പ് കൊണ്ട് അവിടെ പോയി ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തോ എന്തോ വട്ടവർ എന്തോ ചെയ്തിട്ടുണ്ട് അവിടെ. അതെന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ആ മെസ്സേജിനകത്ത് പറയുന്നത് എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് പുള്ളി പേടിച്ചിട്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിൽ നിന്ന് പറയിപ്പിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ ഉടനെ ഞാനിത് കേട്ട് കുറച്ച് ഇട്ടത് 8:10 ഞാൻ കേൾക്കുന്നത് 10 മണിക്കാണ്. ഞാൻ കേട്ട ഉടനെ തന്നെ ഈ കൊച്ചിന് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുന്നത്. എന്നെ തെളിവിനാണെങ്കിൽ അത്. അപ്പൊ എനിക്ക് തോന്നി ആ പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് പുള്ളിക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇടിപ്പിച്ചതായിരിക്കും. മേ ബി അത് തെളിയിക്കണം. കേസ് ഞാൻ ഇപ്പോഴും ഇനി എന്തായാലും ഞാൻ വെറുതെ നിൽക്കത്തില്ല. ഒരു പോക്സോ കേസാ. ഇവൻ ഇന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ സ്വന്തം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇവൻ കൊണ്ട് യൂസ് ചെയ്തത് എങ്കിൽ അന്നേരം ഇനി എങ്ങനെ ഏതൊക്കെ പെമ്പിള്ളേർ ഇവനെ യൂസ് ചെയ്തില്ലെന്ന് എന്താ ഉറപ്പ്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. രണ്ടുപേരും കണക്കാണല്ലോടാ. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ എനിക്കറിയാം. 1 മണിക്കൂറിന് മുകളിലുള്ള ഇന്റർവ്യൂ ആണ്. പല ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു വൃത്തികേട് അവൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കണം, തീർച്ചയായിട്ടും കിടക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഫിറോസിന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ സമ്മതിച്ചു തന്നതാണെന്നുള്ളതാണ്. ആ ഓഡിയോസ് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അങ്ങനെ എന്തൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളൊക്കെ അത് കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കുമോ? അപ്പോൾ വിഡ്ഢിത്തരം കാണിച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.